ഡൽഹി ജന്തർ മന്ദിറിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെയും വിദ്യാർത്ഥി സംഘടനകളുടെയും നിരാഹാര സമരം പുരോഗമിക്കുകയാണ്. CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ ഉൾപ്പെടെ 21 പേരാണ് നിലവിൽ നിരാഹാരം അനുഷ്ഠിക്കുന്നത്. സഫ്ദർജംഗ് ആശുപത്രിയിൽ കഴിയുന്ന സോനം വാങ്ചുക്കും നിരാഹാരം തുടരുകയാണ്. ഡൽഹി ജന്തർ മന്ദിറിൽ സമരം ആരംഭിച്ച് 30 ദിവസം പിന്നിടുമ്പോൾ കനത്ത കാവലാണ് ഇവിടെ എത്തിയിട്ടുള്ള CJP സപ്പോർട്ടേഴ്സ് അല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കുന്നവർ ചേർന്ന് ഈ വേദിക്ക് ഒരുക്കിയിട്ടുള്ളത്. വേദിയിലുള്ള അഭിജിത് ദീപ്കെ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ നിരാഹാരം ആരംഭിച്ചിട്ടുള്ള ഇവിടെയുള്ള നേതാക്കൾക്കെല്ലാം തന്നെ സുരക്ഷ ഒരുക്കുകയാണ്. വിദ്യാർത്ഥികൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ടുമാണ് എന്തായാലും വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നത്. ഇന്നലെ ഉണ്ടായ നടപടി, പോലീസ് നടപടിയുടെ പശ്ചാത്തലത്തിൽ കനത്ത കാവൽ തന്നെ ഒരുക്കി രാത്രിയിലും ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ തയ്യാറാകാതെയാണ് എന്തായാലും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എന്തായാലും പ്രതിഷേധിക്കുന്നത്. സോനം വാങ്ചുക്കിനൊപ്പം നിരാഹാരം ആരംഭിച്ച ഐസയുടെ പ്രവർത്തകർ ഇപ്പോഴും നിരാഹാരം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിൽ 3 പേരാണ് ഇപ്പോൾ നിലവിൽ നിരാഹാരം അനുഷ്ഠിക്കുന്നത്. അവരുടെ ആരോഗ്യനിലയും വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. SFI, ASF തുടങ്ങി ഇടത് പാർട്ടികളുടെ അല്ലെങ്കിൽ ഇടത് വിദ്യാർത്ഥി സംഘടനകൾ കുറച്ച് കൂടുതൽ കാര്യമായി തന്നെ ഇപ്പോൾ ഈ സമരരംഗത്തുണ്ട്. സോനം വാങ്ചുക്ക് ഇപ്പോഴും ആശുപത്രിയിൽ നിരാഹാര സമരം തുടരുന്നുണ്ട് എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ പറയുന്നത്. കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, അതോടൊപ്പം തന്നെ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ എല്ലാവരും തന്നെ സോനം വാങ്ചുക്കിന്റെ ആരോഗ്യനിലയിൽ ആശങ്ക രേഖപ്പെടുത്തി. അദ്ദേഹത്തിന്റെ കുടുംബം പറയുന്നത് മതിയായ ചികിത്സ നൽകുന്നില്ല, ചില ടെസ്റ്റുകൾ മാത്രമാണ് നടത്തുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞത്. മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റുന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചെങ്കിലും അത് നടക്കുന്നില്ല എന്നൊരു ആക്ഷേപം കൂടി എന്തായാലും കുടുംബം പറയുന്നുണ്ട്. 30ാമത്തെ ദിനമായ ഇന്ന് എന്തായാലും കനത്ത കാവലിൽ തന്നെയാണ് ജന്തർ മന്ദിർ ഉള്ളത്. പോലീസിന്റെ ചെറിയ നീക്കങ്ങൾ ഉണ്ടായാൽ പോലും വിദ്യാർത്ഥികൾ വളരെ ജാഗരൂകരായി തന്നെ വേദിക്ക് സംരക്ഷണം ഒരുക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നാളെ നടക്കാൻ പോകുന്ന പാർലമെന്റ് മാർച്ച് എക്കാരണത്തെ കൊണ്ടും ആ മാർച്ചിൽ നിന്ന് പിന്മാറില്ല എന്ന് ഇന്നലെ തന്നെ CJP സ്ഥാപകനായ അഭിജിത് ദീപ്കെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ എന്തായാലും മാർച്ച് നടക്കുന്നതിന് മുൻപായി മറ്റൊരു പോലീസ് നടപടി ഉണ്ടാകുമോ എന്ന ആശങ്കയും എന്തായാലും വിദ്യാർത്ഥികൾക്കും CJP പ്രവർത്തകർക്കും ഇടയിലുമുണ്ട്.